അപ്പോൾ ഈ വണ്ടി എടുത്താൽ നിങ്ങൾ പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, 100% നിങ്ങൾ പെട്ടുപോകും. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതമ്പങ്ങളുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കഴിയും ഒരു 50 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ. അപ്പോൾ ഫൈനലി നമ്മൾ അടുത്ത വണ്ടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കയ്യിലുള്ള റോയൽ എൻഫീൽഡ് 100/350 ആണ്. അപ്പോൾ ഇത് ഞാനൊരു 2 ദിവസമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 500 കിലോമീറ്റർ ഞാൻ ഈ വണ്ടി ഇപ്പോൾ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വണ്ടി നമ്മുടെ സ്വന്തം ടെക് ക്യാച്ചറിൻ്റെ വണ്ടിയാണ്. ടെക് ക്യാച്ചർ നല്ല പൊന്നുപോലെ കുട്ടപ്പനായിട്ട് കൊണ്ട് കിടക്കുന്നൊരു വണ്ടിയാണ് നമ്മുടെ 100/350 ഇവൻ. അപ്പോൾ ഞാൻ ഇന്ന് വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ട് ഞാൻ റിവ്യൂ പറയുന്നില്ല, വണ്ടി നിർത്തിയിട്ട് തന്നെയാണ് ഞാൻ ഫുള്ള് റിവ്യൂവും പറയുന്നത്. കാര്യം ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയ റൈഡിൻ്റെ പക്കാ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ഈ വണ്ടിയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ നെഗറ്റീവ്സും ഉണ്ട്, കുറേ അധികം പോസിറ്റീവ്സും ഉണ്ട്. അതെല്ലാം ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ട്രാവൽ വ്ലോഗ് കണ്ടില്ലെങ്കിൽ ഞാൻ മേളിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടി റണ്ണിങ്ങിൽ എങ്ങനെയുണ്ട്, റണ്ണിങ്ങിൽ എന്ത് കംഫർട്ട് തരുന്നു, എന്തെല്ലാം നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. ഞാൻ ഈ വണ്ടിയുടെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല. ഞാൻ ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറേ നാളായി. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അറിയാമായിരിക്കും. ഞാനപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ യൂസർ റിവ്യൂ. കാര്യം ഈ വണ്ടി എടുത്താൽ യൂസ് ചെയ്യുന്നവന് കിട്ടുന്ന എക്സ്പീരിയൻസ്. എഞ്ചിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. 350cc എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. അതുകൊണ്ട് ഒരു മാറ്റവും ഇല്ല. നമുക്ക് ഈ വണ്ടിനെ 3ആയിട്ട് തിരിക്കാം. അതായത് സിറ്റി യൂസ്, ഹൈവേ യൂസ്, ഓഫ് റോഡിങ് പർപ്പസ്. ഈ 3 കാറ്റഗറിയിലായിട്ട് നമുക്ക് ആദ്യം തിരിക്കാം. ആദ്യം തന്നെ നമുക്ക് സിറ്റി യൂസിൽ നിന്ന് തുടങ്ങാം. സിറ്റി യൂസിൽ ഈ വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, സിറ്റി യൂസിൽ ഈ വണ്ടി പെർഫെക്റ്റ് വണ്ടിയാണ്. അതായത് ഒരു ടൗൺ ടു ടൗൺ നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ വണ്ടി കിടിലമാണ്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ RPM ഒരു മിഡ് സെക്ഷൻ നമ്മളെ സിറ്റി യൂസിന് നമ്മൾ ഈസി ആയിട്ട് കൊണ്ടുകിടക്കാൻ, നമ്മൾ അധികം ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലാതെ ഒരു സെക്കൻഡ് ഗിയറിൽ തന്നെ ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുകിടക്കാൻ ഇതിൻ്റെ ടോർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാ പറഞ്ഞാൽ സിറ്റി യൂസിന് ഈ വണ്ടി ഒരു ഫാമിലിക്ക് പക്ക വണ്ടിയാണ്. റൈഡർക്കും പില്ലിയനും എല്ലാം ഈ ഒരു സീറ്റ് കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ലെങ്ത് കുറവാണെങ്കിലും അത്യാവശ്യം വിട്ടുണ്ട്, ലെങ്ത് അത്യാവശ്യം കുറവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു കാരിയറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഉള്ളത് കൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് പില്ലിയനും ഇരിക്കാം. പില്ലിയൻ തെറിച്ച് പോകുന്ന രീതിയിലുള്ള ഇഷ്യൂ ഒന്നും ഇതിനകത്ത് വരത്തില്ല. കാര്യം ഇതിൻ്റെ ഒരു കാരിയറും കാര്യങ്ങളൊക്കെ നല്ല കുഷ്യൻ തന്നെയാണ്. ഇത് കമ്പനിയിൽ നിന്ന് ചെയ്യിച്ചാണ്, അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഓവറോൾ വണ്ടിയുടെ ലുക്ക് നോക്കുവാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ വണ്ടിയുടെ ലുക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം ഒരു മോഡേൺ റെട്രോ ലുക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. നല്ല രസമുണ്ട് വണ്ടിയുടെ ലുക്കും. ഈ കളറും ഭയങ്കര രസമാണ് കേട്ടോ. മെറ്റാലിക് ഗ്രീൻ നല്ല രസമുണ്ട്. വണ്ടിയുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഹാലജനാണ് വരുന്നത്. കംപ്ലീറ്റ് LED സെറ്റപ്പ് ഒന്നുമില്ല, ഒരു തരത്തിലും LED സെറ്റപ്പ് ഇല്ല, എല്ലാം ഹാലജൻ തന്നെയാണ് വരുന്നത്. നമുക്ക് ടെയിൽ ലാമ്പ് മാത്രമാണ് ഒരു LED സെറ്റപ്പിലേക്ക് വരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇതിനകത്തൊരു എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്നത് ഒരു ഫുഡ് റെസ്റ്റ് എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പില്ലിയൻ ഫുഡ് റെസ്റ്റ്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി എല്ലാം വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനായ ഹൈവേ എടുക്കാം. ഹൈവേയിലാണ് ഈ വണ്ടിയുടെ ഒരു പ്രധാന പ്രശ്നം ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഹൈവേയിൽ ഈ വണ്ടി നമ്മൾ ക്രൂസ് ചെയ്ത് പോകാനാണെങ്കിൽ നമുക്കൊരു 60-70 km/h നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാര്യം ഇതിന് ടോപ്പ് എൻഡ് തീരെ ഇല്ലാത്തൊരു വണ്ടിയാണ്. നമുക്ക് ഒരു 60 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ വണ്ടി ഫ്ലാറ്റ് ആവും. പിന്നെ നമ്മൾ കൈ കൊടുത്ത് ലോങ് പുഷ് ചെയ്താൽ മാത്രമേ വണ്ടി ഒരു 70-80 100ലേക്കൊക്കെ എത്തണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം അങ്ങനെ ചെയ്യുന്നൊരു 70 കഴിയുമ്പോൾ തന്നെ വണ്ടിയുടെ എൻജിൻ സൈഡിൽ നിന്നുള്ള ഒരു സ്ട്രെസ് നമുക്ക് ഫീൽ ചെയ്യും. അത് നമുക്ക് വൈബ്രേഷൻ ആയിട്ട് നമുക്ക് എല്ലാമായിട്ട് നമുക്ക് ആ വണ്ടിയുടെ സ്ട്രെസ് നമുക്ക് എൻജിൻ സൈഡിൽ നമുക്ക് ഫീൽ ചെയ്യും. ഒരു 60-70 കിലോമീറ്റർ പോകാൻ നിങ്ങൾക്ക് സ്പീഡ് മതിയെങ്കിൽ വണ്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം. 70 കിലോമീറ്റർ വണ്ടി ഭയങ്കര സ്മൂത്താണ്, വണ്ടി ഭയങ്കര സ്റ്റേബിളാണ്, ഒരു കുഴപ്പമില്ല. വണ്ടിക്ക് ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാൻ പറ്റും. സ്ട്രൈറ്റ് ലൈനിൽ ഞാൻ കോർണറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും എത്തിയിട്ടില്ല, സ്ട്രൈറ്റ് ലൈനിൻ്റെ കാര്യമാണ്. സ്ട്രൈറ്റ് ലൈനിൽ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകാം. പിന്നെ ഹൈവേയിലേക്ക് വരുമ്പോൾ സീറ്റ് നമ്മൾ നേരത്തെ സിറ്റിയുടെ കാര്യം പറഞ്ഞ പോലെ നേരെ തിരിയും. ഹൈവേയിലേക്ക് വരുമ്പോൾ നമുക്കൊരു നിശ്ചിത കിലോമീറ്റർ, നമുക്കൊരു 100 കിലോമീറ്റർ നമുക്ക് ഡിസ്റ്റൻസ് വെക്കാം. 100 കിലോമീറ്റർ ഡിസ്റ്റൻസ് വെച്ച് കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ നമുക്ക് സീറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ഇറിറ്റേഷൻസ് നമുക്ക് തുടങ്ങും. നല്ല പെയിനും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പില്ലിയന് പറയണ്ട, പില്ലിയൻ്റെ ഇതമ്പങ്ങളുടെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കഴിയും ഒരു 50 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോൾ. കാര്യം ഒട്ടും ലെങ്ത് ഇല്ല. നമുക്ക് റൈഡർ ഇവിടം വരെ എത്തിയാൽ പില്ലിയൻ ഇത്രയും സ്ഥലത്ത് വേണം പില്ലിയൻ ഇരിക്കും. പില്ലിയൻ ഭയങ്കര സ്ട്രെസ്സായിട്ടാണ് പില്ലിയൻ പുറയിൽ പിന്നെ ഇരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്വിക്ക് റെസ്പോൺസ് തരുന്നില്ല. നമുക്കൊരു ലോ എൻഡിൽ നമ്മളൊന്ന് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പുഷ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം ലോ എൻഡ് ടോർക്കും മിഡും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇതിനകത്തുള്ളത് കൊണ്ട് ആ ഒരു ലോ എൻഡ് മിഡും നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ
വൈഡ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ വണ്ടി ഒരുമാതിരി ജെർക്ക് ചെയ്താണ് വണ്ടി കയറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. വണ്ടി ഒരുമാതിരി കഷ്ടപ്പെട്ട് കയറുവാണ്. ഒരു 60 കിലോമീറ്റർ മേളിലേക്കൊക്കെ വണ്ടി ഭയങ്കര കഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഹൈവേയിൽ തോന്നിയ കാര്യങ്ങൾ. ബ്രേക്കിന്റെ കാര്യങ്ങൾക്കൊന്നും എനിക്ക് ഒരു ഇഷ്യൂവും തോന്നിയില്ല. ഫ്രണ്ട് ബ്രേക്ക് ആണെങ്കിലും ബാക്ക് ബ്രേക്ക് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ തോന്നി. കാര്യം ഈ വണ്ടിയെ പിടിച്ചു നിർത്താനുള്ള ബ്രേക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സെറ്റപ്പിൽ ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ വെയിറ്റ് നമുക്ക് എപ്പോഴാണ് ഗുണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഹൈവേയിൽ ഇങ്ങനെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഞാൻ എക്സാമ്പിൾ പറയുന്ന ഒരു തമിഴ്നാട് ഹൈവേയിൽ, അതായത് രണ്ട് സൈഡും കണ്ടവും അപ്പൊ നിറയെ ക്രോസിൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആണെങ്കിൽ ആ ഏരിയയിൽ ഇതിന്റെ വെയിറ്റ് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. കാര്യം അത്യാവശ്യം നല്ല ക്രോസ്ഫിറ്റ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെയിറ്റ് നമ്മളെ വണ്ടി സ്റ്റേബിൾ ആയിട്ട് വണ്ടി പിടിച്ചു നിർത്തുന്നുണ്ട്. നമ്മൾ എത്ര ക്രൂസ് ചെയ്ത് പോയാലും വണ്ടിക്ക് ഒരു അനക്കവോ ആട്ടവോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. വണ്ടി ഈസി ആയിട്ട് ക്രൂസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു വിഷയം തന്നെ ഇതിന്റെ സസ്പെൻഷനാണ്. ഇതിന്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് എനിക്ക് തോന്നിയത്. എനിക്കിത് സിറ്റി യൂസിനൊക്കെ ഇതിന് ഓക്കെ ആയിട്ട് തോന്നി. പക്ഷെ ഹൈവേയിലൊക്കെ ഒരുപാട് അത്യാവശ്യം ഹാർഡായിട്ട് തോന്നി. അതെന്ന് പറഞ്ഞാൽ ഒരു ഗട്ടറിലൊക്കെ കയറുമ്പോൾ തന്നെ, ഒരു ഹമ്പി കയറുമ്പോൾ തന്നെ ആ ഹമ്പിന്റെ ഇമ്പാക്ട് നമ്മുടെ കയ്യിലേക്കും നമ്മുടെ ബാക്കിലേക്കും നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ബാക്കിലെ സസ്പെൻഷൻ ആയാലും ഫ്രണ്ടിലെ സസ്പെൻഷൻ ആയാലും അത്യാവശ്യം കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എനിക്ക് തോന്നിക്കഴിഞ്ഞു. വണ്ടി ഫുള്ളി മെറ്റലാണ്. ഇല്ല, ഇതൊന്നും മെറ്റലല്ല കേട്ടോ, ഇതൊക്കെ ഫൈബറാണ്. ഇവിടെയും ഫൈബറാണ്. ടാങ്ക് മെറ്റലാണ്, ഇതൊന്നും ഫൈബറാണ്. ഓക്കെ, ബാക്കി സാധാരണ എൻഫീൽഡിലെല്ലാം മെറ്റലാണ് വന്നത്. ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഫൈബറാണ്. കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിരിക്കും. കാര്യം അത്യാവശ്യം ചീപ്പർ ആയിട്ടുള്ള ഒരു റോയൽ എൻഫീൽഡിന്റെ 350cc ബൈക്കാണ് 100 350. ഓൾമോസ്റ്റ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ പ്രൈസിങ് വന്നത്. 2 ലക്ഷത്തിൽ താഴെ ഉള്ളൂ ഇതിന്റെ വണ്ടിയുടെ വില. ഇപ്പൊ GST റിഡക്ഷൻ വന്നപ്പോഴത്തേക്ക് 350cc കിടക്കുന്നതുകൊണ്ട് ഇതിന് പിന്നെയും വില കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അടുത്തുള്ള ഷോറൂമിൽ നിങ്ങൾക്ക് തിരക്കാൻ ഉറപ്പായിട്ടും ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. ഇതിന്റെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് റോയൽ എൻഫീൽഡിൽ കണ്ടുവരുന്ന ഒരു സ്റ്റൈലിലേക്കാണ് ഇതിലും വന്നേക്കുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡോമീറ്റർ നമുക്ക് അനലോഗിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്, ടൈം വന്നിട്ടുണ്ട്, ഗിയർ പോസിഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്, 2 ട്രിപ്പ് മീറ്റർ വന്നിട്ടുണ്ട്, ഓഡോമീറ്ററും വന്നിട്ടുണ്ട്, ഫ്യൂൽ ഗേജും വന്നിട്ടുണ്ട്. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇവിടെ ടോഗിൾ ചെയ്ത് തരുന്നത് ഇവിടെ ട്രിപ്പ് മീറ്റർ ഓഡോമീറ്ററിലേക്ക് മാറുന്നതാണ്. പിന്നെ നമുക്ക് ഹൈവേയിൽ തന്നെ നമുക്ക് നൈറ്റ് എടുക്കാം. അതായത് നൈറ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും വണ്ടിയുടെ ഹെഡ്ലൈറ്റ് തീരെ പോരാ. കാര്യം ഒരു വളവെടുക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആണ്, ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്താണ് ഇതിന്റെ ഹെഡ്ലൈറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ഒരു വളവെടുത്ത് കഴിയുമ്പോഴാണ് ആ വളവിന്റെ ഡീറ്റെയിൽസ് നമുക്കറിയാം. കാരണം അടുത്ത് എത്തിക്കഴിയുമ്പോഴാണ് വളവിന്റെ എന്തൊക്കെയാണ് ആ വളവിനപ്പുറത്തുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒട്ടും വൈഡല്ല. ഹെഡ്ലൈറ്റിന്റെ മിസ്റ്റേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് നൈറ്റ് ഇത് ഫീൽ ചെയ്തു. അത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ്. നമുക്കൊരു എക്സ്ട്രാ ഒരു ഫോഗ് ലാമ്പ് എന്തായാലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം. അത് ഉടനെ തന്നെ ഞാൻ ചെയ്യിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ 2ാമത്തെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ സെക്ഷനായ ഓഫ് റോഡിലേക്ക് കിടക്കാം. ഞാൻ എന്തുകൊണ്ട് ഈ 3 സെക്ഷൻ തിരിച്ച് ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ റൈഡിൽ 3 സെക്ഷനെ ഞാൻ ക്ലിയർ ആയിട്ട് ഓടിച്ചത് കൊണ്ടാണ് എനിക്ക് 3ന്റെയും റിവ്യൂ എനിക്ക് പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് നേരെ 3ാമത്തെ സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡിൽ പക്കയാണ്. വണ്ടി ഓഫ് റോഡിൽ എഞ്ചിൻ തരുന്ന സപ്പോർട്ട് ഭയങ്കര പക്കയാണ്. ആ സമയത്ത് നമുക്ക് സീറ്റിന്റെ കംഫർട്ടോ കാര്യങ്ങളോ നമുക്ക് ഇഷ്യൂ ആയിട്ട് തോന്നത്തില്ല. കാര്യം ഓഫ് റോഡിൽ നമുക്ക് അത്യാവശ്യം എണ്ണിച്ച് ഓടിക്കാനും കുഴപ്പമില്ല. പിന്നെ ഓഫ് റോഡിൽ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നത് കൊണ്ട് ലോങ്ങിൻ്റെ ടോർക്ക് നമുക്ക് ഇഷ്ടം പോലെ വേണം. ഓഫ് റോഡിൽ ഇതിന്റെ എഞ്ചിൻ ട്യൂണിങ് എന്ന് പറഞ്ഞാൽ പക്കയാണ്. കാര്യം ലോ എൻഡ് നല്ല പഞ്ച് ലോ എൻഡ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ നമ്മൾ 10 to 20 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ക്ലച്ച് പോലും യൂസ് ചെയ്യാതെ വണ്ടി സ്ലോ ഡൗൺ പോലും ചെയ്യേണ്ട, വണ്ടി നിർത്തേണ്ട സാഹചര്യത്തിൽ മാത്രം ക്ലച്ച് പിടിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓഫ് റോഡിൽ ഈ വണ്ടി കൊണ്ടു നടക്കാം. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എനിക്ക്. കാരണം എനിക്ക് പറയാൻ, എൻ്റെ ഹെൽമെറ്റ് വെച്ചിരുന്ന GoPro ഞാൻ ഓഫ് റോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു താഴെ. പിന്നെ എനിക്ക് GoPro ഓഫ് റോഡിൽ വെക്കാൻ പറ്റിയില്ല. അത് ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ വൺ ഹാൻഡിൽ ഐഫോൺ എൻ്റെ കൈ പിടിച്ചായിരുന്നു ഞാൻ പിന്നെ ബാക്കി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം ഞാൻ ക്ലച്ച് യൂസ് ചെയ്യാതെ സെക്കൻഡ് ഗിയറിലാണ് കംപ്ലീറ്റും ആ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഞാൻ കടന്നത്. കംപ്ലീറ്റ് ഒരു സെക്കൻഡ് ഗിയറിൽ ഒരു 20 കിലോമീറ്റർ മാക്സിമം യൂസ് ചെയ്താണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി ഭയങ്കരമാണ്. ഉള്ള ഒരേ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം ശോകമാണ്. അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഹാർഡ് കോർ ഓഫ് റോഡ് അല്ല. ഞാൻ പറഞ്ഞ അത്യാവശ്യം ഇപ്പം പോകുന്ന വഴിക്ക് ഇപ്പം റോഡ് ഭയങ്കര മോശമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്കൊരു ഫസ്റ്റോ സെക്കൻഡോ ഗിയറിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഫ് റോഡിങ് കേപ്പബിലിറ്റി അത്യാവശ്യം നല്ലതാണ് എന്ന്. ടയറിൻ്റെ കാര്യം എടുക്കുവാണെങ്കിൽ നമ്മൾ ഹൈവേയിലേക്ക് വരുമ്പോൾ കോർണറിങ്ങിൽ ഭയങ്കര മോശമാണ്. അതെനിക്ക് ഈ ടയറിൻ്റെ കുഴപ്പം കണ്ടതാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഈ ടയറിന് ഒരു തരത്തിലുള്ള ഗ്രിപ്പോ കാര്യങ്ങളോ തരാൻ എനിക്ക്
പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഓഫ് റോഡിങ്ങിൽ ഒട്ടും തന്നെ കോൺഫിഡൻസ് എനിക്ക് ഈ ടയറിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയില്ല. കോർണറിങ് എടുക്ക് ചരിക്കുമ്പോൾ തന്നെ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് സ്കിഡായി പോകുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒട്ടും ടയറിന് ഗ്രിപ്പില്ല. നമ്മൾ ഈ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വല്ല മിഷനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ അപ്പോളോ ആൽഫയിലേക്കോ വല്ലതും കൊണ്ടുവരികയാണെങ്കിൽ ബെറ്റർ ഗ്രിപ്പ് നമുക്ക് ഈ ടയറിൽ കിട്ടും. അങ്ങനെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലും കൂടെ നമുക്ക് കോർണറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു. കാര്യം ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇതിൻ്റെ കോർണറിങ് സ്റ്റെബിലിറ്റിയിലേക്ക്. ഓക്കെ, അപ്പം നമ്മൾ 3 ടെറൈൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ കൺക്ലൂഷൻ നോക്കാം. ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും, എങ്ങനെ ഏത് സാഹചര്യത്തിലാണ് ഈ വണ്ടി യൂസ്ഫുൾ ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഓഫ് റോഡിങ് തൽക്കാലം ഇതിനകത്തുനിന്ന് മാറ്റി നിർത്താം. കാര്യം നമുക്ക് കൂടുതൽ ഇത് എടുക്കുന്നത് സിറ്റി യൂസിന് ഫാമിലികളായിരിക്കും ഇത് കൂടുതൽ ഈ വണ്ടി എടുക്കാൻ സാധ്യത ഉള്ളതും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നിൽക്കുന്നതും എല്ലാം. ഒരു ഫാമിലിക്ക് വേണ്ടത് അത്യാവശ്യം സീറ്റിംഗ് കംഫോർട്ട്, സിറ്റിയിൽ നല്ലതായിട്ട് മെനൂവർ ചെയ്ത് നടക്കണം, ട്രാഫിക്കിലും കാര്യങ്ങളൊന്നും അത് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യാതെ വണ്ടി ഈസി ആയിട്ട് ഒരു ഫസ്റ്റ് സെക്കൻഡ് ഗിയറിൽ നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റണം, ഹാൻഡിലിങ് പക്കയായിരിക്കണം. ഇതൊക്കെയാണ് നമുക്കൊരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഒരു നോർമൽ റൈഡർ അല്ലെങ്കിൽ നോർമൽ ആൾക്കാർക്ക് ചിന്തിക്കുന്ന കാര്യങ്ങൾ. അതിനെല്ലാം ഈ വണ്ടി പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആകെ എനിക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് ഈ സീറ്റിൻ്റെ കുറച്ച് ലെങ്ത് ഇഷ്യൂ മാത്രമാണ്. അത് വണ്ടി കുറച്ചൊരു ഷോർട്ട് ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ സീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് വലിയ പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ അവർക്ക് തന്നെ അത്യാവശ്യം ഒരു പെട്ടെന്നൊരു ട്രിപ്പ് പോകണം അല്ലെങ്കിൽ ലോങ് റൈഡ് പോകണമെങ്കിലും വണ്ടി ഈസിയാണ്. ഒരു 60-70 കിലോമീറ്റർ റേഞ്ച് പിടിച്ച് ഒരു കുഴപ്പമില്ലാതെ ലോങ് റേഞ്ച് പോകാനും വണ്ടി ഓക്കെ ആണെന്നേ ഞാൻ പറയൂ. ഈ സീറ്റിൻ്റെ കംഫർട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര ശോകമാണ്. അപ്പോഴത്തേക്കും ഒരു 50 കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും അതാണ് ഞാൻ പറഞ്ഞത് അതിന് ഓക്കെയാണ്. എന്നാൽ സീറ്റിലൊരു അപ്ഗ്രേഡേഷൻ നമ്മൾ കസ്റ്റമൈസേഷൻ നടത്തുവാണെങ്കിൽ സപ്പോസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട്. ബാക്കി ബ്രേക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമില്ല, എല്ലാം അടിപൊളി തന്നെയാണ്. വണ്ടിയുടെ ടാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഷോർട്ടാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ടാണ്. വണ്ടി ഈസി ആയിട്ട് നമുക്ക് കാല് മടക്കി നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ്. 2 കാലും ഒരേപോലെ കുത്താം. വണ്ടി ഭയങ്കര ഷോർട്ടാണ്. വണ്ടി ഈസി ആയിട്ട് ഇത് നമ്മളൊരു 6 അടി പൊക്കമുള്ളവരാണെങ്കിൽ മാത്രം ഇതിനൊരു പ്രശ്നം വരും. കാര്യം എനിക്ക് ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ആയി. കാര്യം ഇതിലൂടെ പൊക്കമുള്ളവരാണ് പിന്നെയും കാല് മേളിലോട്ട് വരും. അപ്പം ആ ഒരു ഇഷ്യൂ, ടാങ്കിൻ്റെ മേളിലോട്ട് കാല് വരും. അപ്പം ടാങ്ക് ഹാക്ക് ചെയ്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അവർ മാത്രം ഒന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയിട്ട് വണ്ടി എടുക്കേണ്ടതാണ്. ബാക്കി എല്ലാവർക്കും വണ്ടി ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ പറ്റും. ഷോർട്ട് ഹാൻഡിലാണ്, അതിലൊന്നും പ്രശ്നമില്ല. നമുക്ക് കൈക്ക് വരെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും വണ്ടി തരുന്നില്ല. ടാങ്ക് റേഞ്ചും മൈലേജൊക്കെ തന്നെയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്ത് ഒരു 40-50-55 കിലോമീറ്റർ മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട്. ഒരു സിറ്റി യൂസിനും ഒരു മിനിമം ലെവൽ ഓഫ് ഹൈവേ റൈഡിങ്ങിനും ഈ വണ്ടി ഫാമിലിയായിട്ട് ഞാൻ വിത്ത് പില്ലേണ്ട കാര്യമാണ് ഞാനീ പറഞ്ഞത്, സോളോ റൈഡിൻ്റെ കാര്യമല്ല. അപ്പം അങ്ങനെയുള്ള നോക്കുമ്പോഴത്തേക്കും ഈ വണ്ടി ധൈര്യമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ മെയിനായിട്ട് ചെയ്യേണ്ടത് എനിക്കൊരു കാര്യം തോന്നിയത് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് മാത്രമാണ്. ഹെഡ്ലൈറ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ LED അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 ഫോഗ് ലാമ്പ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും ഒരു 3-4 ഇഷ്യൂസ് മാറ്റിക്കഴിഞ്ഞാൽ വണ്ടി പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അല്ലാണ്ട് വലിയ ഈ വണ്ടിയുടെ പ്രശ്നമാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം വണ്ടി ഇതിനു വേണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്ത് വെച്ച വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ സൈഡിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. എനിക്ക് മറ്റേ റോയൽ എൻഫീൽഡുകൾ ഓടിക്കുന്ന സമയത്ത് വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൈബ്രേഷൻ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വണ്ടിയുടെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം വണ്ടി എടുക്കാൻ പോകുന്നൊരു മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ, ഇനി വണ്ടി എടുക്കാൻ പോകുന്നൊരു മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടാൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാര്യം വണ്ടിയുടെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും നോക്കി ഒരിക്കലും ഈ ഒരു വണ്ടി നമ്മൾ എടുക്കാൻ പാടില്ല. ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് നോക്കി മാത്രം വണ്ടി എടുക്കുക. കാര്യം ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസിലാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇരിക്കുന്നത്. സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ഈക്വലി നമ്മൾ ഏത് റോയൽ എൻഫീൽഡിൻ്റെ 350cc എടുത്താലും ഇതേ സ്പെക്ക് തന്നെയാണ് അതിനകത്തും വരുന്നത്. അതിനൊരു മാറ്റവും ഇല്ല. അവരുടെ എൻജിൻ ട്യൂണിങ്ങിലുള്ള വ്യത്യാസവും വണ്ടിയുടെ ഓവറോൾ പൊസിഷനിലും വണ്ടിയുടെ സ്റ്റൈലിങ്ങിലും വണ്ടിയുടെ എർഗണോമിക്സിലും വരുന്ന വ്യത്യാസങ്ങളാണ് ഈ വണ്ടീനെ ഒരു ചേഞ്ച് ആയിട്ട് മാറ്റി നിർത്തുന്നത്. അതാണ് നമുക്ക് ഈ യൂസർ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളും നോക്കി ആരും ഒരിക്കലും വണ്ടി എടുക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർന്നു. അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാവരും ഒന്ന് ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യണം. കമൻറ്റും കൂടെ ഇട്ടാൽ വലിയ ഉപകാരമുണ്ട്. നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ നല്ലൊരു ഗ്യാപ്പ് എടുത്തായിരുന്നു. ആ ഗ്യാപ്പ് എല്ലാം ഞാൻ ഇനി ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണാം. എന്തായാലും ഞാൻ ഉടനെ തന്നെ ഒരു ബൈക്കുമായിട്ട് എത്തുന്നതാണ്. അതൊന്നെങ്കിലും ട്രാവൽ ആയിരിക്കും, അല്ലെങ്കിൽ ബൈക്കിൻ്റെ റിവ്യൂ ആയിരിക്കും. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.